നമസ്കാരം. ഇന്ത്യയോട് മുട്ടി നിന്നിട്ട് കാര്യമില്ല, ഇനി തന്റെ വേലകളൊന്നും നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല എന്ന തിരിച്ചറിയൽ കിട്ടിയതോടെ നാണം കെട്ട ട്രംപ് ഒടുവിൽ ഇന്ത്യയുടെ കാൽക്കൽ വീണിരിക്കുകയാണ്. അതായത് സമസ്താപരാധവും ഏറ്റുപറഞ്ഞാണ് ട്രംപ് ഇന്ത്യയുടെ കാൽക്കൽ വീണിരിക്കുന്നത്. അധികാരത്തിൽ ഏറിയ നാളു മുതൽ അധികാരത്തിന്റെ അന്ധത ബാധിച്ച ഭ്രാന്തായിരുന്നു ട്രംപിന്. അതിന്റെ പേരിൽ ഇനി കാണിച്ചു കൂട്ടാൻ തോന്നിയാസങ്ങളൊന്നുമില്ല. എന്തായാലും പോര് കാണിച്ചു മടുത്ത ട്രംപ് ഇന്ത്യയുടെ കാൽക്കലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ കേവലം ഒരു പ്രാദേശിക സഖ്യകക്ഷി എന്നതിലുപരി ഒരു തന്ത്രപ്രധാന പങ്കാളിയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വീണ്ടെടുക്കുക, നിലവിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക, കാലാവസ്ഥ, പ്രതിരോധം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുക എന്നിവയാണ് മുൻഗണന നൽകേണ്ടത്. പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിക്കും തമ്മിൽ ആഴത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങളുണ്ട് എന്നും മറ്റു രാജ്യങ്ങളെയും അവിടുത്തെ നേതാക്കളെയും വിമർശിക്കുമ്പോൾ ട്രംപ് സാധാരണയായി നേരിട്ട് ആക്രമിക്കാറുണ്ട് എങ്കിലും ഇന്ത്യയെക്കുറിച്ച് മാത്രം പറയുമ്പോൾ മോദിയെ പ്രശംസിക്കാനാണ് ശ്രദ്ധിക്കുന്നതെന്നും എന്നാൽ ഇന്ത്യക്കിട്ട് പണിയുന്നതിനൊട്ട് കുറവില്ലതാനും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ എന്തായാലും അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതായത് പോര് നടത്തി അത് മടുത്താണ് അവസാനം ഇന്ത്യയുടെ കാൽക്കൽ വീണിരിക്കുന്നത്. അതായത് വ്യാപാര കരാറുമായി എത്തിയിരിക്കുകയും അതിന്റെ ചർച്ചകൾ ഇപ്പോൾ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള US അംബാസിഡർ സെർജിയോ ഗോർ ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിവിശ്വസ്തനാണ് ഇയാൾ. ഇന്ത്യ അമേരിക്കയുടെ ഒരു തന്ത്രപ്രധാന പങ്കാളി എന്നാണ് ഗോർ വ്യക്തമാക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷ, വ്യാപാരം, പൊതുവായ മൂല്യങ്ങൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും നിയുക്ത ഇന്ത്യൻ അംബാസഡർ വിശദീകരിച്ചിരുന്നു. ഇന്ത്യ അമേരിക്കൻ പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് കാണുന്നത്. മറ്റ് രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ നിന്നും തങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ താരിഫുകൾ നേരിടേണ്ടി വന്നതിനുള്ള അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ 25% പരസ്പര തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അധികമായ 25% ലെവിയും ചേർത്ത് മൊത്തം 50% താരിഫ് ട്രംപ് ഭരണകൂടം ചുമത്തിയിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ മാരകമായ ആക്രമണങ്ങൾക്ക് ഇന്ധനം നൽകുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം വന്നത്. യുഎസുമായുള്ള വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം 2025 നവംബറോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡന്റ് ട്രംപും ചേർന്ന് ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒരു നല്ല കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലുള്ള വെല്ലുവിളികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ച് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ സംഭവ വികാസങ്ങൾ എടുത്തു കാണിക്കുന്നത്. ട്രംപിന്റെ അടുത്ത സുഹൃത്തും വൈറ്റ് ഹൗസ് പേഴ്സണൽ ഡയറക്ടറുമായ സെർജിയോ ഗോറിനെ ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ അംബാസഡറായി നിയമിച്ചതിന് പിന്നിൽ പല ചർച്ചകളും നടന്നിരുന്നു. ദക്ഷിണ മധ്യേഷ്യൻ മേഖലയിലേക്കുള്ള US പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതനായും സെർജിയോ ഗോർ പ്രവർത്തിക്കും. ഗോർ തന്റെ പ്രിയ സുഹൃത്തും ഭരണത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളുമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ 25% അധിക തീരുവ ചുമത്തിയതിനൊപ്പം 25% പ്രതികാര തീരുവയും ട്രംപ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു ഗോറിന്റെ നിയമനം നിർണായകമായെന്നാണ് വിലയിരുത്തലുകൾ എത്തിയത്. നിലവിൽ വൈറ്റ് ഹൗസ് പ്രസിഡന്റ് പേഴ്സണൽ ഓഫീസർ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് ഗോർ. സ്ഥാനപതിയായി ചുമതല ഏറ്റെടുത്തതിന് പദവിയിൽ തുടരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അമേരിക്കൻ വിദേശകാര്യ സമിതിയുടെ മുന്നിൽ ഗോർ ഹാജരായിരുന്നു. അവർക്ക് മുമ്പിലാണ് ഗോർ ഇന്ത്യയിലേക്കുള്ള തന്റെ വരവിന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അടുത്ത സുഹൃത്തായ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുന്നു എന്നായിരുന്നു ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യയും US തുടരുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഗോർ വ്യക്തമാക്കിയത്. തന്റെ ഏറ്റവും നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയും
വരും ആഴ്ചകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപും അറിയിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ട്രംപിന്റെ പുതിയ നിലപാട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച